നമ്മളെന്തിനാ ഈ ബാക്കിയുള്ളൊരു ഒപ്പീനിയൻസ് കേൾക്കാൻ പോകുന്നത് അല്ലേ? നിങ്ങളൊന്ന് ഓർത്താൽ മതി, നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രമാണ്. സോ അത് വേറെ ആർക്കും നമ്മുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനോ തീരുമാനം എടുക്കാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുമുള്ളവർ പല കൾച്ചറിലുള്ള ആൾക്കാരാണ്, പല ഒപ്പീനിയൻസും തോട്ട്സും ഉള്ള ആൾക്കാരാണ്. പക്ഷേ അത് നമ്മുടെ തലയിൽ കേട്ടണോ വേണ്ടെന്ന് തീരുമാനിക്കണം നമ്മളാണ്. അതെല്ലാം നമ്മുടെ കയ്യിലാണുള്ളത്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ പലതും കുറ്റം പറയും. പക്ഷേ ആ കുറ്റം പറയുന്നത് ശ്രദ്ധിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കണം നമ്മളാണ്. ചുറ്റുമുള്ള ആൾക്കാർ തരുന്ന ഒപ്പീനിയൻസും സജഷൻസോ കേൾക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് നമ്മുടെ വാല്യൂസ് എന്താണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ മാത്രം മതി. എനിക്കറിയാം അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ നമ്മളെ പറ്റി ഒപ്പീനിയൻ പറയണതും കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ഡു വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ മനുഷ്യന്മാരും ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ളവരുടെ ശരികൾ നമുക്ക് ശരിയാവണം എന്നില്ല. അതുകൊണ്ട് വേറൊരാൾ നമ്മുടെ ലൈഫ് ഡിറ്റക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഈ ചുറ്റുമുള്ളവർ എന്നും മാറിക്കൊണ്ടേയിരിക്കും. സോ നമ്മളെന്നും നമ്മൾ തന്നെ ആയിരിക്കണം.